മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളിൽ ഒന്നാണ് ലാക് ഓപ്പറോൺ. അതെങ്ങനെ നമുക്ക് ഒരു മിനിറ്റിൽ പഠിച്ചു തീർക്കാം. ഇതാണ് അതിനകത്തുള്ള 7 ജീനുകൾ. പിപ്പോസിയ എന്ന് പഠിച്ചു വെച്ചാൽ മതി. PIPOZYA. ഈ 7 ജീനുകളാണ് അതിനകത്ത് വരുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ വേറെ ആരുമല്ല, ലാക്ടോസ് ആണ്. ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് ഐ ജീൻ അഥവാ ഇൻഹിബിറ്റർ ജീൻ ഒരു റെപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ ജീൻ അഥവാ O ജീനിൽ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ ഇസഡും വൈയും എയും ഓഫ് ആകുന്നു. അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നില്ല, പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുന്നില്ല. എന്നാൽ അത് ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ അഥവാ ലാക്ടോസ് ഉള്ള സമയത്താണെങ്കിൽ ഈ റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ ആ റിപ്രസർ പ്രോട്ടീനിൽ ഇൻഡ്യൂസർ അഥവാ ലാക്ടോസ് ഒന്ന് ബൈൻഡ് ചെയ്യുകയും അങ്ങനെ വരുമ്പോൾ ഇത് ഓപ്പറേറ്റർ ജീനിൽ പോകാൻ പറ്റാതാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇസഡും വൈയും എയും ട്രാൻസ്ക്രൈബ് ചെയ്ത് ലാക് mRNA പ്രൊഡ്യൂസ് ചെയ്യും. ആ ലാക് mRNAയിൽ നിന്നും അത് 3 എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, പെർമേസ് എൻസൈം ആൻഡ് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. ഇത് ലാക്ടോസിന്റെ ഡൈജഷന് സഹായിക്കുന്നു. ഇങ്ങനെയാണ് ലാക് ഓപ്പറോൺ പ്രവർത്തിക്കുന്നത്. വളരെ ഈസി ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു നോക്കൂ. എക്സാമിന് ഉറപ്പായിട്ടും ഇത് ചോദിക്കും.